ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാട്ടോ. എനിക്കല്ല, ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഉമ്മ വരുന്നില്ല. ഉമ്മ പറഞ്ഞു മരുന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് വന്നാൽ മതി, ഡോക്ടറെ കണ്ട് വിവരമൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാനും നിസാമോളും കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. അവിടുന്ന് ഇതാ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുമ്പാവൂർ വാത്തിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലാട്ടോ ഞങ്ങൾ പോണത്. ആ ഹോസ്പിറ്റലിൽ ഞാനും ഇതാ നിസാമോളും രാവിലെ തന്നെ ഇറങ്ങിയേക്കണേ കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിൽ കയറിയത്. അവിടെ ചെന്നതാ ചീട്ടൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതാ ചീട്ടൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. ഇനി ഡോക്ടറെ കണ്ട് ഇവരൊക്കെ പറഞ്ഞ് പിന്നെ മരുന്നൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും ഒരു സമയമാവും. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ടു വന്നപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടോ. ഡോക്ടറെ കണ്ടു വന്നപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പെരുമ്പാവൂർ പല സ്ഥലത്തുമൊക്കെ ഇനി പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാല്ലേ. ഇന്ന് മൊത്തം പെരുമ്പാവൂരൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാം. ഇല്ല കേട്ടോ, കറങ്ങാനൊന്നുമല്ല, നമുക്ക് ഓരോ അത്യാവശ്യങ്ങളുണ്ട്. ഇപ്പോൾ എന്തായാലും പെരുമ്പാവൂർ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ മരുന്നിന് വേണ്ടി നിൽക്കണേ കേട്ടോ. മരുന്നിന് വേണ്ടി നിൽക്കുന്നിടത്തും ഭയങ്കര ക്യൂ ആണ്. ഡോക്ടറെ കാണാനും ക്യൂ ആണ്. എവിടെ ചെന്നാലും ക്യൂവേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് അതിൻ്റെ ഇടയിൽ മരുന്നിന് അവിടെ ഇട്ടിട്ട് ചീട്ടൊക്കെ ഇട്ടേക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്കത് എന്തെങ്കിലും കഴിക്കണം, അതൊരു നിർബന്ധം കേട്ടോ. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് കടി കിട്ടിയില്ലല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു പരിഭവം ഇതിൽ തീർന്നു. പിന്നെ അതൊക്കെ കഴിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോയിൽ വീണ്ടും വന്നു. പിന്നെ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വരാനുണ്ടായി. അപ്പോൾ ഞാൻ മൊബൈലിൽ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഫോട്ടോ വേറൊരു റേഷ്യോയിൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഇതിലെടുത്ത് എനിക്ക് വേറൊരു സ്ഥലത്ത് കൊടുക്കാനുണ്ടായിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്ന വഴി എൻ്റെ ഒരു കൂട്ടുകാരിയും ഇക്കയുടെ കൂട്ടുകാരനാണ്. ഇക്കയുടെ കൂട്ടുകാരനും ഫാമിലി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും വാട്സപ്പിൽ കൂടി സംസാരിക്കാറുണ്ട്, മെസ്സേജ് വിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവളെന്നും വിളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നീയാടെ കൂടെ വരുമ്പോൾ നീ വരട്ടെ, പിന്നെ വരാം, ഇപ്പോൾ സമയമില്ല പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു മുടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് എന്തായാലും അവളുടെ വീട്ടിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ കയറി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്കടെ കൂട്ടുകാരനാട്ടോ ഇത്. കട ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാര്യമാരായ ഞങ്ങൾ തമ്മിലും ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മക്കൾക്കും ഒക്കെ സെയിം ഏജ് തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് ഇതാ മധുരക്കിഴങ്ങ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ കുറേ നേരം സംസാരിക്കാൻ നമുക്ക് കുറേ ഉണ്ടായി. അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഞാൻ 2-3 ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഊണൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ പോയതല്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കറക്കമായിരുന്നു. നീയ പറയും പോലെ പുറത്തിറക്കാൻ കൊള്ളൂല, പുറത്തിറക്കിയ പിന്നെ പുറത്തൊന്നും കയറൂല എന്ന് നീയ പറയും. അത് തന്നെയാണ് കേട്ടോ സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.